ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും ഇതൊക്കെ ഓഫീസിലേ ഞാൻ രാറ്റെടുത്ത് ഒരായി കൊടുത്ത് നമ്മളെങ്ങോട്ടാ പോണ്? കടന്റെ ഉദ്ഘാടനം എവിടുക്കാണേ? കോട്ടപ്പടം. അപ്പൊ ഇന്നാണ് നമ്മുടെ കടയുടെ ഉദ്ഘാടനം അല്ലേ? കോട്ടാപ്പാടത്താണ്. വികൃതിയാട്ടല്ലേ. അപ്പൊ ഇന്നാണ് നമ്മുടെ കടയുടെ ഉദ്ഘാടനം. ഒരുപാട് നാളത്തെ ഒരുപാട് ആൾക്കാരുടെ പരിശ്രമത്തിനൊടുവിൽ ഇന്നാണ് ആ ഒരു ദിവസം. ഇന്ന് 10 മണിക്കാണ് ഉദ്ഘാടനം. അപ്പൊ ടൈം എത്രയായി? 8:40 ആയി. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ടാണ് മാറ്റി നിൽക്കണത്. മഴയാണ്, നല്ല മഴയാണ് ഗൈസ്. കുടമ്പ ചവിട്ടല്ലേ, മഴയാണല്ലേ, നല്ല മഴയാണ്. ഇനി ഇത് അവിടുന്ന് തറവാട്ടിന്റെ അവിടേക്ക് എത്തിക്കിട്ടണം. കുട കിട്ടുമോ? ഇവിടുന്ന് കുട എന്റെ കയ്യിലില്ലേ? ഇപ്പൊ കോട്ടാപ്പാടത്താണ് നമ്മളെ കട. കോട്ടാപ്പാടത്ത് തിരുവാങ്കുന്ന് റോട്ടുമ്മയാണ് 2 കടയുള്ളത്. ആദ്യം നമുക്കൊരു കട ഉണ്ട്. കട പാത്രക്കടയാണ്. പാത്രക്കട അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഈ കോട്ടപ്പാട ഈ ഭാഗത്തുള്ളവരൊക്കെ നമ്മളെ കടയിൽ നിന്ന് വിസിറ്റ് ചെയ്യുക അല്ലേ. പിന്നെ മഴ ആയതുകൊണ്ട് ഇന്നലെ രാത്രി നല്ല കാറ്റടിച്ചിക്കണ്. അതുകൊണ്ട് തന്നെ കറണ്ടില്ല, ഫോണിൽ ചാർജും ഇല്ല. അങ്ങനത്തെ ഇതിലാണ്. എന്തായാലും ഇനി പോവാ നമുക്ക്. ഇനി മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിക്കണ്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിക്ക് പോട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് കടയിൽ ചെന്നിട്ടില്ലേ. ഇനി എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? എല്ലായിടത്തും കൂടി മഴയല്ലേ അല്ലേ? എന്താ മഴയാണ് ഗൈസ്. ആഹാ, എന്തോ ഒരു മഴ. ഇപ്പൊ ചാറിനുള്ളൂ, ചെറുതായിട്ട് ഇങ്ങനെ ചാറി നിൽക്കണുള്ളൂ. ഒന്നായിട്ട് മൂടിക്കണു. നല്ലോണം പെയ്യുമ്പോഴേക്ക് ഞങ്ങൾ അങ്ങോട്ട് എത്തട്ടെ അല്ലേ. തറവാട്ടിക്ക് പോവല്ലേ? ഈശല് നടക്കൂലേ? അപ്പൊ ചെറുതായിട്ട് ചാറിനുള്ളൂ. ഇനി ഞങ്ങള് എവിടേക്ക് തറവാട്ടിന്റെ അവിടേക്ക് പോട്ടെ. അവിടേക്ക് എരിപ്പോക്ക് വണ്ടിയായിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇനി പോവാ. ഇത് നടക്കൂലേ? ഈശല് നടക്കൂലേ? ഉറപ്പല്ലേ? വെറുതെ പറയണേ. അപ്പൊ പോവാ. ഞങ്ങൾ നടന്ന കൂടെ എടുത്തില്ലേ? വാതിലടച്ചിട്ടില്ല, വാതിൽ പൂട്ടട്ടെ. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തി. നനഞ്ഞു ഗേസ്. അവിടെ നിന്ന് ഇറങ്ങിയേക്കനു നല്ല തകൃതിയായിട്ട് മഴ പെയ്തു. മഴയില് നനഞ്ഞു കുളിച്ചിക്കണ്. അങ്ങനെ തറവാട്ടിലെത്തിക്കണ്. ഇവിടെ ഓരോരുത്തരും മാറ്റണുള്ളൂ. ഇങ്ങോട്ടൊക്കെ ഇതാ ലൈബൊക്കെ മാറ്റിക്കണ്. സുന്ദരി കുട്ടിയേക്കണ്. നോക്കട്ടെ, എന്നെ നോക്കട്ടെ. മാറ്റിയോ? ഉമ്മച്ചിന് മാറ്റില്ലേനാ? ശരി, നോക്കട്ടെ. പോവാന്നാ തത്തമ്മ മാറ്റി റെഡിയായി. സുന്ദരി കുട്ടി തത്തമ്മേ പറഞ്ഞു കൊടുക്കണ്ടേ. കോട്ടാപ്പാടത്തുള്ളവരൊക്കെ ഞങ്ങളെ കടയിലേക്ക് വരണമെന്ന് പറയാ പാത്തുവോ? കോട്ടപ്പുറത്തുള്ളവരൊക്കെ ഞങ്ങളെ കടയിലേക്ക് വന്നിട്ടില്ലേ? നല്ല അടിപൊളി പാത്രങ്ങളുണ്ട്. അങ്ങനത്തെ എല്ലാവരും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എരിഫോക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എരിഫോക്ക് വന്ന് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഉദ്ഘാടനത്തിന് ഡേറ്റ് 1-2 തവണയൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തീരുമാനിച്ച ഡേറ്റ് ഒക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം കടയുടെ പണി, വർക്കും സ്റ്റാൻഡേർഡിയും പിന്നെ ഇതൊക്കെ സെറ്റാക്കലും ഒക്കെ തീരാത്തത് കൊണ്ട് തന്നെ ആ ഡേറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ച 26 തിങ്കളാഴ്ച ആയിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ കടയിൽ ഒരു 9 മണിയായപ്പോഴേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എരിഫോക്കും ആബിയൊക്കെ രാവിലെ നേരത്തെ നീച്ച് വന്നിട്ട് ഇതാ ബലൂൺ തൂക്കലും റിബൺ കെട്ടലും ഒക്കെ ഓല് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കടയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു അവിടെ. ഉമ്മാൻ്റെ ആങ്ങളാർ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉസ്താദ്മാർ വന്ന് ഇവിടുത്തെ പള്ളിക്കത്തെ ഉസ്താദ്മാർ തന്നെയാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉസ്താദ്മാരൊക്കെ വന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത് ഉയർക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പായസമൊക്കെ കുടിച്ചിട്ട് ഉസ്താദ്മാർ പോയിട്ടുണ്ടായിരുന്നു. പായസമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാർസൽ കൊണ്ടുവന്നിട്ട്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പുടുത്തം മുട്ട തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ വന്നപ്പോൾ തന്നെ കടയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ
എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലാത്ത തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല തിരക്കായതിൻ്റെ മുന്നേ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടയിൽ തിരക്കാകുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കൽ നടക്കൂലല്ലോ വിചാരിച്ചിട്ട്. പിന്നെ അത് ഉദ്ഘാടനത്തിന് നമ്മളെ കുടുംബക്കാരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുഞ്ഞോളെ വീട്ടിൽ നിന്നും അതേപോലെ മാളിക്കുന്ന് ഫസ്മയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. കോട്ടപ്പാടത്ത് തിരുവിഴാങ്കുന്ന് റോട്ടുമ്മയാണ് നമ്മളെ കട. ഞങ്ങൾ 2 കടയും തിരുവിഴാങ്കുന്ന് റോട്ടുമ്മ തന്നെയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. നാത്തൂന് പനിയായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് ഉമ്മാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഓൾക്കൊരു ഇഞ്ചക്ഷൻ അടിച്ച് ഓലും അങ്ങനെ മാളിക്കുന്ന് വീട്ടിൽ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നേരെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഇമ്മയും കുഞ്ഞോളൊക്കെ പിന്നെ കുറെ വൈകിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.